Hi friends, welcome to Nimz Favorites. Navaratri special craft ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഈ ഫ്രൈഡേ നമുക്ക് വീക്കെൻഡ് ആയ ടൈമിൽ ഞങ്ങൾ കടലിൽ പോയിട്ട് കുറേ ഷെൽസ് പെറുക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് ഷെൽ എടുത്തിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഷെല്ലിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് ഒരു ബോട്ടിലാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കവറൊക്കെ അങ്ങ് മാറ്റാം. അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ ആ ഒരു മൂടി അഴിച്ചു കഴിഞ്ഞാൽ കാണുന്ന ആ ഒരു ഗ്രീൻ കളർ റൗണ്ടിൽ നിൽക്കുന്ന ആ ഒരു സംഭവം നമുക്ക് അഴിച്ചു മാറ്റാം. അപ്പോൾ അതൊക്കെ ഞാൻ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാണ് ചെയ്തത്. അല്ലാതെ നമുക്കത് ഊരിയെടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ നമുക്ക് അതുകൂടെ മാറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ബോട്ടിൽ നല്ലപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു കോപ്പർ കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോപ്പർ കളർ ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തത്. പക്ഷേ ആ ഒരു ടെക്സ്ചറിനെയും കാട്ടി കുറച്ചുകൂടി ബെറ്റർ നമ്മൾ സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ടെക്സ്ചറാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റൊക്കെ ആദ്യം ബ്രഷ് വെച്ച് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ സ്പോഞ്ച് വെച്ചിട്ട് നല്ല രീതിക്ക് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ഒരു മുകളിൽ കാണുന്ന ആ ഒരു ഗ്യാപ്പിലൊക്കെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് നല്ലൊരു തിക്കായിട്ടൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ആ ഒരു കളർ കിട്ടിയാൽ മതിയാവും. അപ്പോൾ നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ചതിന് ശേഷം അത് നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഉണക്കി കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് ഉണക്കിയെടുത്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷെല്ല് ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഓരോരോ ഷെല്ലുകളായിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഷെല്ല് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊരു ഗോൾഡൻ കളർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗോൾഡൻ കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കോപ്പർ അടിച്ച് ബേസ് കൊടുക്കണമെന്നൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെയായാലും നല്ല ഫിനിഷിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നവരാത്രി ആയ ടൈമിൽ എന്താണ് ചെയ്യേണ്ടത്, ക്രാഫ്റ്റ് സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ്. അപ്പോൾ അതാണ് ഞാൻ പെട്ടെന്ന് ഇത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതാണ് ഈ ലാസ്റ്റ് മൂമെൻറ്റിൽ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, അങ്ങനെ പെയിൻറ്റിങ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റ് അടിച്ചതിന് ശേഷം നമുക്കിത് നല്ല രീതിയിൽ ഉണക്കണം. നമ്മൾ നേരത്തെ അടിച്ച ആ ഒരു കോപ്പർ കളർ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം തിക്കിലടിക്കേണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമുക്ക് ജസ്റ്റ് ഈ ഒരു ഷെയ്ഡ് മാത്രം മതിയാവും. അപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണക്കിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 അടപ്പ് വേണം. അതായത് നേരത്തെ നമ്മളെടുത്ത ആ ബോട്ടിലിൻ്റെ ആ ഒരു മൂടിയും പിന്നെ ഇതൊരു ലേസ് ബോട്ടിലിൻ്റെ ഒരു മൂടി കേട്ടോ. അപ്പോൾ അത് രണ്ടും നമുക്ക് ഈ ഒരു കോപ്പർ കളർ അടിക്കണം. ഗ്രീൻ കളറിൽ അടിക്കുമ്പോൾ ഈ ഒരു ഷെയ്ഡാണ് കിട്ടുന്നത്. കുഴപ്പമില്ല, നമുക്കത് പിന്നെ ഗോൾഡൻ കളർ വെച്ച് ടച്ച് ചെയ്യാം. അപ്പോൾ അത് രണ്ടും നമ്മൾ നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എടുക്കുന്നത് ഈ ഒരു പഴയ ഒരു വിളക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എനിക്ക് ഫുള്ളായിട്ട് വേണ്ട, ആ ഒരു മുകളിലത്തെ പോർഷൻ മാത്രം മതി. വിളക്കെടുത്തുകൊണ്ട് വരുന്ന കണ്ടപ്പോഴേ അവൻ വന്നിട്ടുണ്ട്, മോൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവന് ഞാൻ അതിൻ്റെ ബാക്കി പോർഷൻ അവന് കൊടുത്തു. അപ്പോൾ എനിക്ക് ഒരു പോർഷൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇത് ആ ഒരു വിളക്ക് അവിടെ ഗ്രിപ്പ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ആ ഒരു ഗ്രിപ്പ് വരുന്ന പോർഷനാണ് ഇപ്പോൾ ഊരി എടുത്തുകൊണ്ട് പോയത്. അതുകൊണ്ട് അത് ശരിക്കൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ നല്ല രീതിയിലൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ച് കൊടുക്കുന്നുണ്ട്. വിളക്ക് കണ്ടപ്പോൾ തന്നെ ഏകദേശം എന്താണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു കുഞ്ഞു വിളക്ക് തന്നെയാണ്. അപ്പോൾ വിളക്കിന് വേണ്ടിയിട്ടുള്ള വിളക്കിൻ്റെ ഒരു സ്റ്റാൻഡാണ്
ഞാൻ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇനി ഇതും കൂടെ അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നേരത്തെ എടുത്ത ആ ഒരു മൂടികളും എല്ലാമായിട്ട് ആ ഒരു ഷെല്ലിൻ്റെ മുകളിൽ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഷെല്ലിൻ്റെ മുകളിലെല്ലാം നമുക്ക് ആ ബോട്ടിലിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷെല്ലൊക്കെ ഫിക്സ് ചെയ്ത ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ലേസിൻ്റെ ആ ഒരു മൂടി ഉണ്ടല്ലോ, ഓക്കെ, ഇത് നമുക്ക് വെച്ച് ഫിക്സ് ചെയ്യാം. അപ്പോൾ ശരിക്കും അവിടെ നിന്നോളൂ കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഈ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു മൂടി തന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ വെച്ചിട്ട് വെക്കാം. അപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ വെക്കേണ്ടത്. അതിൻ്റെ ഏറ്റവും അടിഭാഗമാണ് അവിടെ വെച്ച് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്യാം. ഇതിൻ്റെ മുകളിലാണ് ആ വിളക്കിൻ്റെ ആ മുകളിലത്തെ ആ പോർഷൻ വെച്ച് ഫിക്സ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ ഫിക്സ് ചെയ്യാം. ഇതെല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു വിളക്കും ആ ബാക്കി വരുന്ന എവിടെയാണോ ആ ഒരു ഗോൾഡൻ കളർ ടച്ച് ഇല്ലാത്തത് അവിടെയൊക്കെ നമുക്കൊന്ന് ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നല്ല രീതിയിൽ ഉണക്കിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. ഇങ്ങനെയാണ് ഞാനിവിടെ ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വിളക്കൊരു പ്രത്യേക ഭംഗിയിൽ തന്നെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കാണാം.